ഷാനവാസിനും അനീഷിനുമൊക്കെ ഈ കാര്യത്തിൽ അനുമോളുടെ കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ ടാസ്ക് ആണെങ്കിൽ പോലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ അവിടെ എപ്പോഴും നമ്മൾ കൊടുക്കണമെന്നുള്ള രീതിയിലാണ്. ടാസ്ക് ചെയ്യണം, ഓക്കെ, പക്ഷേ അതൊരു വൾഗാരിറ്റിയുള്ള രീതിയിൽ വൾഗറായിട്ടുള്ള രീതിയിലേക്ക് ഈ ടാസ്കിനെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അക്ബർ ഇത്തരത്തിലുള്ള ആക്ട് ചെയ്യുമ്പോൾ അവിടെ അനുമോളുമായി നിന്ന് അടുത്ത് നിന്ന് ഇത്തരത്തിൽ അക്ബറിൻ്റെ ദേഹം അനുമോളുടെ ദേഹത്ത് തട്ടിയ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആരിനുൾപ്പെടെ അക്ബറിൻ്റെ ബാക്കിൽ നിന്ന് ആൾക്കാർ അത് കണ്ട് ചിരിക്കുകയാണ്. അവർ അനുമോളെ കളിയാക്കുകയാണ്. അപ്പോൾ അനുമോളെ അങ്ങനെ കളിയാക്കി അത്തരത്തിലുള്ള ഒരു സംഗതിയിലോട്ട് പോകുന്നതിനോട് വ്യക്തിപരമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വിയോജിപ്പാണ്. ഷാനവാസൊക്കെ ആളൊരു മണ്ടനാണെങ്കിലും ഈ കാര്യത്തിലൊക്കെ പക്കാ ഡീസൻ്റാണ്. പുള്ളിക്കാരൻ അവിടെ അങ്ങ് നിൽക്കാതെ വളരെ ദൂരെ മാറിയാണ് നിൽക്കുന്നത്. നിങ്ങൾ കണ്ടാൽ അറിയാം, വിഷ്വൽസ് കണ്ടാൽ അറിയാൻ പറ്റും. ഈ ടാസ്ക് നടക്കുമ്പോൾ മാത്രമാണ് ഷാനവാസ് അങ്ങോട്ടേക്ക് പോകുന്നത്. എല്ലാ സമയത്തും മൊത്തം ഷാനവാസ് ഇവരെ നിന്ന് കൃത്യമായൊരു അകലം പാലിച്ചാണ് നിൽക്കുന്നത്. അനീഷും അങ്ങനെ തന്നെയാണ്. ഗെയിമിൻ്റെതായ രീതിയിൽ കാണുമ്പോൾ തന്നെ മറ്റുള്ള ആൾക്കാരുടെ പ്രൈവസിയും കൂടി ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നാണ് ഷാനവാസും അനീഷൊക്കെ ഈ കാര്യത്തിൽ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും അനുമോളെ അങ്ങനെ അക്ബർ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലോട്ട് പോകും. കാര്യം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ ചോദ്യം ചെയ്യപ്പെടും, പുറത്തുള്ള ആൾക്കാർ അതിനെപ്പറ്റി വിലയിരുത്തും. എന്തായാലും ഈ ലൈവ് ഇപ്പോൾ ഉടനെ സംഭവിക്കും. ലൈവ് കണ്ടതിന് ശേഷം ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.